അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയയിലേക്ക് ഞാൻ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തും. ഇങ്ങനെയാണ് ഞാൻ ഒരു ബിസിനസ് ഐഡിയയിലേക്ക് എത്തുന്നത്. ഓക്കെ, അത് എന്തായിരുന്നു നിയോ സ്നാക്സ്? നിയോ സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഫീസ് വർദ്ധിപ്പിച്ച് സൊമാറ്റോ. It is Zomato that has hiked food delivery platform fee Zomato അവരുടെ പ്ലാറ്റ്ഫോം ഫീ to 14.9 rupees from the 12 or 12.5 rupees earlier. എന്തിന് നമ്മൾ ഈ വൻകിട കമ്പനികളെ ആശ്രയിക്കണം? നമ്മുടെ നാട്ടിൽ നിയോ സ്നാക്സ് ഉണ്ടല്ലോ. ചെറിയ പ്ലാറ്റ്ഫോം ഫീ നൽകി ഭക്ഷണം ഓർഡർ ചെയ്യൂ, ആസ്വദിക്കൂ. ടോപ്പ് 3 കേരളത്തിൽ നിന്ന് ടോപ്പ് 3 ആപ്പ് ഡെവലപ്പേഴ്സാണ് അവരുമായിട്ട് ഞാൻ സംസാരിച്ചു ഈ ഐഡിയ. അപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഉണ്ടാക്കാം, ഇത് കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഇന്ന് ഉണ്ടാക്കി, ഇന്നത് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ ലഭ്യമാണ്. ഇന്നിപ്പോൾ അതിലേക്ക് കുറേ ആൾക്കാർ ആഡായി വരുന്നുണ്ട്, സെല്ലേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന ഒരാളാണ്. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ഈ നിയോ സ്നാക്സിലേക്ക് ഒരു 250 ഓപ്പണിങ്സ് വരുവാണ് ജോലിക്കാർക്ക് വേണ്ടി. 250 ഓപ്പണിങ്സ് ഓൾ കേരള വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. neosnacks.com. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വയസ്സ് 24 ഉള്ളൂ, ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യു കെയിലൊക്കെ പോയി, ഇവിടെ എല്ലാവരും യു കെ പോയി രക്ഷപ്പെടാൻ പോകുമ്പോൾ യു കെയിൽ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. യു കെയിൽ ചെന്നിട്ട് അവിടുന്ന് ജീവിതത്തിൽ വലിയൊരു അനുഭവം കിട്ടുന്നു. ഇവിടുന്ന് പോകുന്ന പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന, പലരും പുറത്ത് പറയാത്ത ചില അനുഭവങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് വീണ്ടും നാട്ടിൽ സജീവമായി നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാൽ മതി എന്നൊക്കെ തെളിയിച്ച് തന്ന ഒരുപാട് സംരംഭങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന, മാത്രമല്ല സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു ആപ്പ് വരെ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ സ്വന്തം ആദർശ് സജി, വെൽക്കം ടു അവർ ഷോ. എന്തായാലും അടിപൊളിയായിട്ടാണ്. എനിക്ക് ഡ്രസ് കോഡ് ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ആരാണ് ഡിസൈൻ ചെയ്യണത്? ഒന്നുമില്ല, ഇത് ഞാൻ നമ്മുടെ MCRലോ അല്ലെങ്കിൽ രാമരാജിലോ എവിടെയെങ്കിലും പോകും, വെള്ള പറയും. എപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റ് ആണോ? അല്ലല്ല, സാധാ ഇടും, സാധാ ജീൻസും ഇടും, ടീഷർട്ടും ഷർട്ടും എല്ലാം ഇടും. പല ആയിക്കോട്ടെ വിചാരിച്ചൊന്നും പിടിച്ചത്. ഓക്കെ, ഇരിക്കട്ടെ, ഇലക്ഷനൊക്കെ അല്ലേ, ഈ വേഷത്തിലേ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ആപ്പിൻ്റെ കാര്യം അതൊന്ന് സംസാരിക്കാം നമുക്ക്. അത് എന്തായിരുന്നു നിയോ സ്നാക്സ്? നിയോ സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എൻ്റെ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ഞാൻ ചിന്തിക്കും. ഈ സോൾവിങ് ഞാൻ നടത്തുന്നത് ബിസിനസ് ഐഡിയയിലേക്ക് ഞാൻ എത്തുക. ഓക്കെ, അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയയിലേക്ക് ഞാൻ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തും. ഇങ്ങനെയാണ് ഞാൻ ഒരു ബിസിനസ് ഐഡിയയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്രാവശ്യം ഞാൻ ഡിഗ്രി ഇവിടെ രാജഗിരി കോളേജിലാണ് പഠിച്ചത്, കളമശ്ശേരി. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രാജഗിരി ബിസിനസ് സ്കൂളിലെ കാക്കനാട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് വെച്ചാൽ ഈ 10:40 അല്ലെങ്കിൽ 10:30 ഒരു ബ്രേക്ക് ഉണ്ടാവും പിള്ളേർക്ക്. ഈ 10:40 കിട്ടുന്ന ബ്രേക്കിന് ഒരു 20 മിനിറ്റ് മാക്സിമം പിള്ളേർക്ക് ബ്രേക്ക് കിട്ടത്തുള്ളൂ. ടീച്ചേഴ്സ് ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് നിർത്തുമ്പോഴത്തേക്ക് ഒരു 10:45 ആവും. അത് കഴിഞ്ഞ് നമ്മൾ ആ 7ാമത്തെ നില 8ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരണമെങ്കിൽ വേണം ഒരു 2-3 മിനിറ്റ്. താഴേക്ക് ഇറങ്ങി വന്ന് നമ്മൾ കടയിൽ പോയി ഒരു കഫേ പോയി നമ്മൾ ഇരിക്കുമ്പോൾ, ഒരു കഫേ പോയി നമ്മൾ സാധനം മേടിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം ബില്ലടിക്കണം. ബില്ലടിക്കുമ്പോൾ ഈ ഒരു കോളേജിലെ സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാണ്? 800-900 പിള്ളേരുണ്ടാവും. ഇവരെല്ലാവരും കൂടി വന്നിട്ട് ഈ കടയിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ പറയുന്ന 20 മിനിറ്റിനുള്ളിൽ ഒരു സ്റ്റുഡൻറ്റിന് ഭക്ഷണം മേടിച്ച് കഴിച്ചു പോകാൻ പറ്റത്തില്ല. സോ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ രാവിലെ, ഇപ്പം നമ്മുടെയൊക്കെ ഈ ജനറേഷനെ സംബന്ധിച്ച് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല. വീട്ടിൽ നിന്ന് ലേറ്റായി എണീറ്റിട്ട് കോളേജിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നതായിരുന്നു എൻ്റെ ഒരു ചിന്ത. അങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടൊരു ഇൻഹൗസ് പ്രീ ഓർഡറിങ് ആപ്ലിക്കേഷൻ തുടങ്ങിക്കൂടാ എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഞാൻ വീണ്ടും പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇവിടുന്ന് ചെന്നൈക്ക് ഒരു ദിവസം ട്രിപ്പ് പോകുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ഹോട്ടലിൽ നിന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അതിർത്തി എത്തിയപ്പം ബസ് നിർത്തി, ബസ്സിലാണ് ഞാൻ പോയത്. സോ KSRTC ബസ് നിർത്തി, പക്ഷെ അവിടെ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ ഈ ആപ്പ് തന്നെ ഒന്ന് KSRTC ആയിട്ട് കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തൊട്ടടുത്തുള്ള KSRTC ഡിപ്പോയിലേക്ക് ഈ ഭക്ഷണം എത്തിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് സേഫായിട്ട് ഭക്ഷണം കഴിക്കാം, അവിടുത്തെ ടോയ്ലറ്റും സംഗതികളൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനത്തെ ചിന്ത വന്നു. പിന്നെ ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന ഒരാളാണ്. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ രാജഗിരി കോളേജിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ് റിസോഴ്സ് പേഴ്സൺ ആയിട്ട്. അങ്ങനെ ഞാൻ ഈ ചോറ്റാനിക്കര പഞ്ചായത്തിൽ നമ്മുടെ കുടുംബശ്രീയിലെ അമ്മമാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, പക്ഷെ ഇത് എങ്ങനെ വിൽക്കണമെന്നോ എവിടെ വിൽക്കണമെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കുടുംബശ്രീയിലെ അമ്മമാർ.
അപ്പോൾ അതും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. 2 വർഷം മുമ്പ് തൊട്ടേ എനിക്ക് എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്ക് കുടുംബശ്രീയിലെ അമ്മമാരെയും കൂടി ഇതിലേക്ക് കയറ്റിക്കൂടാ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ, ട്രിവാൻഡ്രത്തുള്ള സ്റ്റേറ്റ് മിഷനായിട്ട് സംസാരിച്ചു. ഞങ്ങൾ അവർക്കൊരു പ്രപ്പോസൽ കൊടുത്തു. അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ അവർ ഒഫീഷ്യലി നമ്മൾ അവരുടെ ഒരു ടൈപ്പ് ആയിട്ടുണ്ട് ഈ കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ. അപ്പോൾ കുടുംബശ്രീയിലെ പ്രൊഡക്ട്സ് നമ്മുടെ ആപ്പിൽ കൂടെ മേടിക്കാം. ഇപ്പൊ സപ്പോസ് ഇത് എനിക്ക് ചിന്ത വന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ആരെങ്കിലും പുറത്തേക്ക് പോകാൻ വേണ്ടി ദുബായിക്കോ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി നമ്മൾ നിൽക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരോ അല്ലെങ്കിൽ ഭാര്യയോ നമ്മൾ ഒരാഴ്ച മുമ്പേ അച്ചാറിടാനും മീൻ മേടിക്കാനും ഉണക്കാനും എല്ലാ പരിപാടിയും തുടങ്ങും. പക്ഷെ അതൊന്നും വേണ്ട. ഈ കുടുംബശ്രീയിലെ അമ്മമാര് വേറെ വീട്ടിലുണ്ടാക്കുന്ന സാധനം ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തും. വീട്ടിലുണ്ടാക്കുന്ന അതേ സംഗതി ഇവര് വേറെ ഒന്നും ചേർക്കുന്ന ഒന്നുമില്ല. ഹോട്ടലിൽ നിന്ന് മേടിക്കണ്ട, പുറത്തുനിന്ന് വേറെ പ്രൊഡക്ട്സ് മേടിക്കണ്ട. എങ്ങനെ ഹോം മെയ്ഡ് അച്ചാറുകളും ഹോം മെയ്ഡ് അച്ചപ്പം, കുഴലപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലെത്തിക്കാം. ഇങ്ങനെ ഞാൻ ചിന്തിച്ചു. അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ചിന്തിച്ചെത്തി. അങ്ങനെ മലപ്പുറത്തുള്ള ഒരു സ്പൈൻ കോഡ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പ് 3 കേരളത്തിൽ തന്നെ ടോപ്പ് 3 ആപ്പ് ഡെവലപ്പേഴ്സ് ആണ് അവരുമായിട്ട് ഞാൻ സംസാരിച്ചു ഈ ഐഡിയ. അപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഉണ്ടാക്കാം, ഇത് കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഇന്ന് ഉണ്ടാക്കി. ഇന്നത് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ ലഭ്യമാണ്. ഇന്നിപ്പോൾ അതിലേക്ക് കുറേ ആൾക്കാർ ആഡായി വരുന്നുണ്ട്, സെല്ലേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് കാണുന്നത് വെച്ചാൽ വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ വുമൺ ഓൺടർപ്രണർഷിപ്പും കൂടി ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതും കൂടി ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇതിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ചെയ്യാൻ പറ്റും. ഇപ്പം ഇത്രയും കൂടി ആലോചിച്ചോ, നമ്മളിപ്പോ വയനാട്ടിൽ നിന്ന് ചുരം ബ്ലോക്ക് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ബസ് കയറി വരുന്ന സമയത്ത് 1:30 ട്രെയിൻ എന്ന് വിചാരിക്കുക. നമ്മൾ 1 മണിക്ക് കോഴിക്കോട് എത്തുള്ളൂ. ബ്ലോക്ക് കാരണം നമ്മൾ പെട്ടുപോയി. രാവിലെ 8:30 പോകുന്നു. ഞാനൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. രാവിലെ 8:30 വരുന്ന ബസ്സൊക്കെ ചിലപ്പോൾ 1 മണിയാവും കോഴിക്കോട് എത്തുമ്പോൾ. ഫുഡ് കഴിക്കാതെ നമ്മൾ ട്രെയിനിൽ കയറണം. ട്രെയിനിൽ കയറുമ്പോൾ ട്രെയിനിലെ ഫുഡ് നല്ലതാവാൻ ചീത്തയാവും, പറയാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വെക്കുക. വരുന്ന വഴിക്ക് ആ ഹോട്ടലിൽ നിന്ന് അതങ്ങ് പിക്ക് ചെയ്ത് വരിക. മനസ്സിലായോ? പിന്നെ അതേപോലെ തന്നെ ഇപ്പം കോഴിക്കോട് എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് ട്രിവാൻഡ്രം ഹൈവേ പണി വന്നു. ഇത് ഇതിലൂടെ സർവീസിലൂടെ ഇറങ്ങി എവിടെയാ ഹോട്ടലിൽ നിന്നും ആൾക്കും അറിയത്തില്ല. സോ നമ്മുടെ ആപ്പിൽ കൂടെ ഇവർക്ക് ഓർഡർ ചെയ്യാം. നമ്മുടെ ആപ്പിൽ തന്നെ ലൊക്കേഷൻ ഇട്ട് ഇവർക്ക് പോവാം. ഈ ഹോട്ടലിൽ പോയി ഇരുന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ പോലെ ഒരു 20 മിനിറ്റ് മിനിമം എടുക്കും കുക്കിംഗ് ടൈം. ഈ പ്രിപ്പറേഷൻ ടൈം നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഇത് ഓർഡർ ചെയ്ത് വെക്കാം. നമ്മൾ വന്ന് ഹോട്ടലിൽ ഇരിക്കുമ്പോഴേ ഈ ഫുഡാവും. ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഒരു 50 പേരായിട്ട് ഇപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ ഒരു 50 പേരായിട്ട് വയനാട്ടിലേക്കോ മൂന്നാറിലേക്കോ ടൂർ പോകാമെന്ന് വിചാരിച്ചു. ഒരു 50 പേര് ഒരു ഹോട്ടലിൽ കയറിയിട്ട് 50 തരം ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ എടുക്കുന്നു ഉണ്ടാക്കാൻ? അവരുടെ കറങ്ങുന്ന ആ ഒരു ലൈക്ക് എൻജോയ് ചെയ്യാനുള്ള ടൈം അവിടെ കുറയുന്നത്. അത് നമുക്ക് മാറ്റാം. ഈ പറയുന്ന 1 മണിക്കൂർ നമുക്ക് കുറയ്ക്കാം. ഇവർ വരുന്ന വഴിക്ക് ഇവർ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഹോട്ടലിൽ പോവുക, അവർക്ക് ഈ ടോക്കൺ കാണിച്ചു കൊടുക്കുക, അവർ ടേബിളിൽ ഇരിക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നിയോ സ്നാക്സ് ആപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഈ കുടുംബശ്രീയിലെ ഈ ഭക്ഷണങ്ങളുടെ നമ്മുടെ ആപ്പ് എടുക്കുമ്പോൾ തന്നെ ഹോം ബേക്കർ എന്നുള്ള സെക്ഷൻ കാണാം, റെസ്റ്റോറൻറ്റ്സ് എന്നുള്ള സെക്ഷൻ കാണാം. ഹോം ബേക്കറിൽ പോയാൽ കുടുംബശ്രീ ഐറ്റം കിട്ടും. റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ഓർഡർ ചെയ്യാം. അത് നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ചാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിലെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ് കാണിക്കും. മനസ്സിലായി? ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് അനുസരിച്ച് ലൊക്കേഷൻ മാറും, അത് കാണിക്കും. ഈ ഐഡിയ ഒറ്റയ്ക്ക് തന്നെയാണോ? നമുക്ക് ഒറ്റയ്ക്ക് തോന്നുകയാണ്. അതെ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറെ ആൾക്കാരോട് സംസാരിച്ചു, എന്റെ പ്രൊഫസേഴ്സോട് സംസാരിച്ചു. എനിക്കൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മനസ്സിൽ വെക്കുകയല്ല ചെയ്യുന്നത്. പെട്ടെന്ന് പോയിട്ട് എനിക്ക് കുറച്ച് മെന്റേഴ്സ് ഉണ്ട്, ഭയങ്കര അടുത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എന്റെ പ്രൊഫസേഴ്സ് തന്നെയാണ്. അപ്പം അവരുടെ അടുത്ത് പോയി ഞാൻ ഈ ഐഡിയ പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ സാധനം പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് നിയോ സ്നാക്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇതെന്തായാലും പടർന്ന് പന്തലിക്കട്ടെ, കാരണം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പരിപാടിയാണ്. എല്ലാവർക്കും സമയമാണല്ലോ ഇപ്പൊ. തീർച്ചയായിട്ടും. ഈ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈ 19 പേരായിട്ട് ട്രിപ്പ് പോകണമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ് നേരം കളയാതെ കഴിച്ചിട്ടൊക്കെ പോകുന്ന ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളും 5 മണിക്ക് അടയ്ക്കും, രാവിലെ 9 മണി അല്ലെങ്കിൽ 8 മണിക്ക് തുറക്കത്തുള്ളൂ. അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് ഈ 1 മണിക്കൂർ 2 മണിക്കൂർ കളയണ്ട. അതെ. ഇതിന്റെ ഒപ്പം നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരെയും കൂടി ചേർത്ത് പിടിച്ചതിൽ ബ്രോ ഒരുപാട് നന്ദി ഞങ്ങൾ പറയാണ്. എന്തായാലും കൊള്ളാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് മാത്രമല്ല ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? എല്ലാം പറയണോ അതോ? എല്ലാം പറയണം. ആദ്യമായി തന്നെ ഞാൻ എൻ്റെ കഥയായിട്ട് തന്നെ തുടങ്ങാം. എൻ്റെ +2 ജീവിതം
+1 +2 ഞാൻ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോഴാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് കുറച്ച് ഇതായി ഹിറ്റായി ആളുകളിലേക്ക് എത്തുന്നത്. പക്ഷെ അന്ന് കോവിഡ് സമയത്ത് ഞാൻ ആലോചിച്ചു, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചുമ്മാ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ എടുക്കുന്നതാ, ചുമ്മാ യൂട്യൂബ് കാണുന്നു, ചുമ്മാ ഇൻസ്റ്റാഗ്രാം നോക്കുന്നു, അങ്ങനെ ഇത് എടുക്കുന്നതാ. അങ്ങനെ ഞാൻ ഇരിക്കെ ഓക്കെ, എന്തുകൊണ്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങിക്കൂടാ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പം എന്നാ ഓൺലൈനിൽ എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇത് കിട്ടി. വിക്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ കൂടെ തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടി ഒരു വെബ്സൈറ്റ് തുടങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു വിൻറ്റേജ് ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അത് ഞാൻ ആപ്പാക്കി കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഞാനത് പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്തു. എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ വെച്ച് ഞാനത് ഒന്നങ്ങ് എന്താ പറയുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മുടെ സരിയു മോഹൻ എന്ന് പറഞ്ഞ ആക്ട്രസ്, പിന്നെ എസ്തറനിൽ എന്ന് പറഞ്ഞ ആക്ട്രസ്, ഇവർ രണ്ടുപേരാണ് എനിക്ക് എന്റെ ലോഞ്ച് വീഡിയോ എനിക്കത് ചെയ്തു തന്നത്. അന്നൊക്കെ കോവിഡ് സമയമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരിക്കുക, ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെ തന്നെ എല്ലാവരും വീട്ടിൽ ഇരുന്ന് ഓർഡർ ചെയ്യുക. അപ്പൊ അന്ന് ഞാൻ നോക്കിയപ്പോൾ ട്രെൻഡ് ആയിരുന്നതെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ ഇരുന്ന് സ്വന്തം ഡ്രസ്സ് മേടിക്കുക, ഇട്ട് നോക്കുക, ഫോട്ടോ എടുക്കുക, സ്റ്റാറ്റസ് ഇടുക. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് എന്റെ ഒരു ഡ്രസ്സിന്റെ ഒരു ക്ലോത്തിങ് സ്റ്റോർ എന്തുകൊണ്ട് വർക്കൗട്ട് ആവില്ല എന്ന് വിചാരിച്ചു. ഞാൻ തുടങ്ങി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വെബ്സൈറ്റ് ഉണ്ടാക്കി. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ എനിക്കിത് എന്തുകൊണ്ട് ഉണ്ടാക്കി വിറ്റുകൂടാ. കാരണം ഒരു മിനിമം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അന്ന് 7,000-8,000 രൂപ മിനിമം വേണം. ഞാൻ 2,500 ഉണ്ടാക്കി കൊടുക്കാം, എനിക്ക് എന്താ കുഴപ്പം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ വെബ്സൈറ്റ് ഉണ്ടാക്കി. അപ്പൊ ഞാൻ വയനാട് തന്നെ എടുത്തു. വയനാട്ടിലെ തന്നെ ഈ ബുട്ടീക്കുകളുണ്ട്, അവർക്കൊന്നും വെബ്സൈറ്റ് ഇല്ല. വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ അന്ന് നല്ല റേറ്റാ, 2018-19 കാലഘട്ടമാണ് പറയുന്നത്. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, 1-2 പേരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. പക്ഷെ ചിലവരൊക്കെ ഇങ്ങനെ റിജക്ട് ചെയ്തു, ബിക്കോസ് അന്ന് എനിക്ക് പ്രായം കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ കുറേ പേര് മീൻസ് ഒരു ഏകദേശം ഒരു 8-10 വെബ്സൈറ്റോളം ഞാൻ ഉണ്ടാക്കി അവർക്ക് വിറ്റു, ബുട്ടീക്കുകൾക്ക് ഞാൻ വിറ്റു. അപ്പോൾ അത് കഴിഞ്ഞപ്പം വെബ്സൈറ്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പപ്പേൻ്റെ വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു റിസോർട്ട് വയനാട്ടിൽ വേണമെന്ന്. അപ്പം റിസോർട്ട് പണിത് കഴിഞ്ഞപ്പോഴും പപ്പയ്ക്ക് മനസ്സിലായി ഇവൻ ഇനി എന്തായാലും ബിസിനസ്സിലേക്ക് പോവുള്ളൂ, എന്നാൽ പിന്നെ ഇവൻ ഇത് നടത്തിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് എനിക്ക് ആ റിസോർട്ട് ലീഗലി അതിന്റെ പേരിലേക്ക് നടത്തിപ്പിന് തന്നു. അങ്ങനെ അതിപ്പം റണ്ണിങ്ങിലുണ്ട്. പിന്നെ മിറാക്കിൾ ഹോളിഡേയ്സ്, ഒരു കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിൽ ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ട് ഞങ്ങൾ ഫാമിലിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എത്ര പേർക്ക് മിനിമം നിൽക്കാൻ പറ്റും? ഇപ്പൊ ശരിക്കും ഒരു 15 പേർക്ക് സുഖസുന്ദരമായിട്ട് നിൽക്കാം. നമ്മളത് എക്സ്പാൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിറാക്കിൾ ഹോളിഡേയ്സ് സൈറ്റ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. മിറാക്കിൾ ഹോളിഡേയ്സ് സെർച്ച് ചെയ്താൽ കിട്ടും. അവിടുന്ന് പിന്നെ ഞാൻ ചിന്തിച്ചപ്പം എൻ്റെ റിസോർട്ടിൽ വരുന്നവർ തന്നെ എനിക്കൊരു ടാക്സി വേണം, എനിക്കൊരു ഗൈഡിനെ വേണം എന്ന് പറയാൻ ആവശ്യങ്ങൾ വന്നു തുടങ്ങി. അപ്പം ഞാൻ പുറത്ത് അന്വേഷിക്കുമ്പോൾ ഭയങ്കര പൈസയാ, ഭയങ്കര റേറ്റാ. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് എന്നാ പിന്നെ എനിക്കൊരു ട്രാവൽ ഏജൻസി തുടങ്ങിക്കൂടാ. കാരണം ഇവിടെ വരുന്ന ആൾക്കാർ നല്ല എൻക്വയറി ഉണ്ട്. കാരണം ഇത് ഫുള്ളാവുന്ന സമയത്ത് വിളിക്കുന്ന ഗസ്റ്റ് ചോദിക്കും വേറെ എവിടെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് തരുമോ, റിസോർട്ട് റൂം ഒപ്പിച്ച് തരുമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്തുകൊണ്ട് എനിക്കൊരു ട്രാവൽ ഏജൻസി കൂടി തുടങ്ങിക്കൂടാ എന്ന് വിചാരിച്ചു. ഇതൊരു പ്രോബ്ലമാണ്, ഞാൻ അനലൈസ് ചെയ്ത പ്രോബ്ലമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്നാ പിന്നെ ഒരു ട്രാവൽ ഏജൻസിയും കൂടെ അങ്ങ് തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് ലെറ്റ്സ് ഗോ വയനാട്. ലെറ്റ്സ് ഗോ ടു വയനാടിന്റെ ഷോർട്ടാണ് ലെറ്റ്സ് ഗോ വയനാട്. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. അത് നല്ല രീതിയിൽ പോയി. ഇപ്പോഴും അത് റണ്ണിങ്ങിലുണ്ട്. ഇപ്പൊ സീസൺ ടൈം ആകുമ്പോൾ ഒന്ന് ഡൗൺ ആവും, അല്ല ഓഫ് സീസൺ ആകുമ്പോൾ ഒന്ന് ഡൗൺ ആവും, സീസൺ ടൈം ആകുമ്പോൾ അതങ്ങ് അപ്പാവും. അപ്പൊ ഞങ്ങളിപ്പോ പയ്യെ ഒരു വണ്ടിയൊക്കെ എടുത്ത് നല്ല രീതിയിലേക്ക് ഒന്ന് ആവണം എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ്. അപ്പോഴൊക്കെയാണ് പെട്ടെന്ന് നിയോ സ്നാക്സ്, പിന്നെ എന്റെ UK പോയി ഞാൻ. ഇതെല്ലാം ഞാനത് കഴിഞ്ഞ് ഇവിടെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നു. ഡിഗ്രി പഠിച്ചപ്പോൾ ഞാൻ ഓൺട്രപ്രണർഷിപ്പ് വളർത്താൻ വേണ്ടി ഇപ്പം ഒരു ഇൻക്യുബേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ഓൺട്രപ്രണറിന് വേണ്ട ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ഒരു ഗൈഡൻസ്, ഒരു മെന്റർഷിപ്പ്. അപ്പൊ ഇതെല്ലാം കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ നമ്മുടെ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ തന്നെ കളമശ്ശേരി തന്നെ എനിക്ക് അവരുടെ ഇൻക്യുബേഷൻ സെന്റർ എനിക്ക് തന്നു. അങ്ങനെ അവിടെ തന്നെ ഞാനത് രജിസ്റ്റർ ചെയ്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പുതിയതായൊരു ബിസിനസ് ഇപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും റിസർച്ച് ആക്ടിവിറ്റി ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്ത് നമ്മൾ പുറത്തെ ആൾക്കാർക്ക് റിസൾട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനങ്ങ് UK പോയി. അപ്പൊ എന്റെ ഗ്രാഫ് ഇങ്ങനെ ഭയങ്കര പൊന്തി അങ്ങ് നിൽക്കുമായിരുന്നു. എല്ലായിടത്തും ക്ലാസ് എടുക്കാൻ പോകുന്നു, ഒരു ദിവസം തന്നെ 8,000-ന്റെയും 10,000-ന്റെയും ചെക്ക് മേടിക്കുന്നു ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്ന അപ്പോഴത്തേക്ക് എനിക്ക് UK MBA എടുക്കാനായിട്ട് അങ്ങ് പോയി. അവിടെ ചെന്നു, അവിടെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ നിന്നു. പക്ഷെ ചെന്ന് പെട്ടത് ഞാനൊരു തെലുങ്കൻ്റെ അടുത്ത
പോയി ശരിക്കും അവിടെ അത് അധ്യാപകനാണോ? അല്ലല്ല ഞാൻ അവിടെ പോയി താമസിക്കാൻ വേണ്ടി റൂം റെന്റിന് എടുത്തത് തെലുങ്കിന്റെ അടുത്ത്. അപ്പൊ ഈ ശരിക്കും അവിടുത്തെ റൂള് പ്രകാരം ഒരു വീട്ടിൽ 5-6 പേരൊക്കെ താമസിക്കാൻ പാടുള്ളൂ. പക്ഷേ ഞാൻ അവിടെ പോയി താമസിച്ച വീട്ടില് 12-13 പേരുണ്ടായിരുന്നു. അയ്യോ, അത്ര സൗകര്യം ഉണ്ടായിരുന്നു? അത്രയും സൗകര്യം ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 4-5 പേരെന്ന് പറഞ്ഞത് ഒരു മുറിയിൽ ഒരാളെന്നാണ് അവിടുത്തെ റൂള്. പക്ഷെ ഞങ്ങൾ ഒരു മുറിയിൽ തന്നെ 3 പേരും 4 പേരും വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ സ്റ്റോർ റൂം ഞങ്ങൾക്ക് തുറന്നു തന്നിട്ട് അവിടെ ബെഡ് ഇട്ട് അവിടെ കിടന്നോളം പറഞ്ഞ സമയമുണ്ട്. ഞങ്ങൾ അവിടെ പോയി പെട്ടുപോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് അഡ്വാൻസ് കൊടുത്തിട്ടാണ് പോകുന്നത്. ഈ അഡ്വാൻസ് 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അതെങ്ങനെയാ അക്കോമഡേഷൻ കണ്ടുപിടിച്ചത്? അവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ കുറേ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. സേഫ് ഹോം, സേഫ് സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അവിടുത്തെ ഫ്രണ്ട്സ് നമുക്ക് അയച്ചു തരും. അതൊക്കെ ഒരു ഏജന്റിന്റെ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ ഒരു മെമ്പർ ആയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറെ വീഡിയോസ് കിട്ടും, ഫോട്ടോസും വീഡിയോസും വീടിന്റെ ഫോർ റെന്റ് എന്നും പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് നല്ലതൊരെണ്ണം കാണുന്നു, നമ്മൾ എടുക്കുന്നു, നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നു. ഇതാണ് സിസ്റ്റം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ വീട് തപ്പാൻ നിന്ന് നമുക്ക് കിട്ടത്തില്ല. ഇവിടുന്ന് എന്തെങ്കിലും ശരിയാക്കിയിട്ട് വേണം നമ്മൾ പോവാൻ. അങ്ങനെ ശരിയാക്കി പോയി ഞാൻ പെട്ടുപോയത് ഒരു തെലുങ്കിന്റെ അടുത്തായി പോയി. അപ്പം ഇവിടുന്ന് ഈ അഡ്വാൻസ് എന്ന് പറയുന്നത് 40,000 രൂപ ഇന്ത്യൻ റുപ്പി. ഓക്കെ, അത് നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തത്. നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വീട് പണിതപ്പോൾ ഉള്ള വിഷ്വലായിരുന്നു ആ വീഡിയോ. അവിടുത്തെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം അവർ കാണിച്ച മുറിയല്ല എനിക്ക് കിട്ടിയത്. ജസ്റ്റ് ഒരു സ്റ്റോർ റൂം, കട്ടിലില്ല, നിലത്ത് ബെഡ് ഇട്ട് കിടക്കുക. ആ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ് കുത്തിക്കയറും, ഡാമേജ് ആയ ബെഡാ. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബെഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തെടുത്ത് കളയും. അതെടുത്തോണ്ട് വന്നിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും മെയിൻ ഇത് മൂട്ടകടി. മൂട്ടയില്ലേ നമ്മുടെ പാണ്ടിപ്പട സിനിമ നമ്മൾ പറയില്ലേ മൂട്ട, ശരിക്കും മൂട്ട. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഇവിടെ ചെവിൻ്റെ ഇവിടെ ഒക്കെ മൂട്ട കടിച്ച് രാത്രി ഉറങ്ങി എണീക്കും. നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഞങ്ങൾ ഈ മൂട്ടേന്റെ സ്പ്രേ മേടിക്കാൻ കിട്ടും. തണുപ്പായതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് പെറ്റ് വരും. ബെഡിലാണ് ഇതുള്ളത്, ചൂടില്ലല്ലോ അവിടെ. അതുകൊണ്ട് ഞങ്ങൾ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കിടക്കും. പക്ഷെ ഇങ്ങനത്തെ മാറ്റാണ് നിലത്തിട്ടേക്കുന്നത്, തണുപ്പ് കയറാതിരിക്കും. സോ ഇതിലൊക്കെ ഈ സാധനം ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ ബെഡിന്റെ ഈ മോൾ ഭാഗത്ത് ഒരു തുള ഉണ്ടായിരുന്നു. ഈ തുളേന്റെ ഉള്ളിലായിരുന്നു ഈ സാധനം. ഞാൻ തുളേന്റെ ഉള്ളിൽ കൂടെ ഒക്കെ സ്പ്രേ അടിച്ചു വെക്കും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ ഫുള്ള് മുഖമൊക്കെ ചുമന്ന് ഇവിടെയൊക്കെ ചുമന്ന് കടിച്ചിരിക്കും. അതിന്റെ ഒരു ചൊറിച്ചിൽ ഭയങ്കരമാണ്. മനസ്സിലായി? അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു ജീവിതം. അപ്പൊ ഞങ്ങൾ ഇവനുമായിട്ട് അടി ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഓണർ അവിടെ തന്നെ നിൽക്കുന്നത്, ഈ തെലുങ്കിന് അവിടെ തന്നെ നിൽക്കുന്നത്. എന്റെ കൂടെ വേറെ മലയാളീസ് ഉണ്ട്. ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ച് എനിക്ക് ഇപ്പോഴും എന്റെ കയ്യിൽ വ്ളോഗ് ഇരിപ്പുണ്ട്. ഗൈസ് ഞങ്ങൾ പെട്ടു ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ചെന്നതിൽ പിന്നെ ഒന്നാമത്തെ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന്റെ വിഷമം നമുക്ക് വേറെ ഉണ്ട്. എല്ലാം കൂടിയായിട്ട് നമ്മളങ്ങ് ഡൗൺ ആയി പോകും. പിന്നെ ചെന്ന് കഴിയുമ്പോൾ എവിടെയാ ഫുഡ്, എന്താ ഫുഡ് എന്നൊന്നും അറിയത്തില്ല, എവിടെയാ ഹോട്ടൽ എന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് 6 മാസം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നായി. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു അങ്കിൾ അവിടെ ഉണ്ടായിരുന്നു. അങ്കിളോട് പറഞ്ഞു, അങ്കിൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഞാൻ പെട്ടു, എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്കിൾ പറഞ്ഞു, നീ അഡ്വാൻസ് ഏത് അക്കൗണ്ടിലേക്ക് കൊടുത്തതെന്ന് ചോദിച്ചു. ഇന്ത്യൻ അക്കൗണ്ടാന്ന് പറഞ്ഞു. ഇവൻ ഇന്ത്യക്കാരനാ, തെലുങ്കിന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവൻ പറയും, ബ്രോ നിങ്ങൾക്ക് ഇപ്പം UK അക്കൗണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് UK പൈസ വേണ്ട, എൻ്റെ ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് പൈസ തന്നാൽ മതി. ഞാൻ ഇവിടുന്ന് ഫോൺ പേ ചെയ്ത് കൊടുത്തു, പെട്ടു. എനിക്ക് അവിടെ കേസ് കൊടുക്കാൻ പറ്റില്ല, പോലീസിനെ എനിക്ക് അറിയിക്കാൻ പറ്റില്ല. ഇനി അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ആ പെട്ടി എടുത്ത് അവിടുന്ന് സ്പോട്ടിൽ ഇറങ്ങണം. വേറെ അക്കോമഡേഷൻ പെട്ടെന്ന് കിട്ടത്തില്ല. അവിടെ ഇപ്പോഴും ഞാൻ പറയാം, ഒരു വീടും അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, എല്ലാം കോമൺ ബാത്റൂമാണ്. ഞാൻ പോയി അനുഭവിച്ച കാര്യം അത്. ഞങ്ങൾ എന്തോരം വീടുകൾ കയറി ഇറങ്ങി കണ്ടിട്ടുണ്ടെന്നറിയോ, ഒന്നും അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, എല്ലാം കോമൺ. ഇവിടുന്ന് കയറി പോകുന്ന പിള്ളേരൊക്കെ അനുഭവിക്കുന്നതായിരിക്കും പ്രശ്നം. ഇതാ അവിടെയുള്ളവർ ആരും ഈ സത്യങ്ങൾ തുറന്നു പറയുന്നത്. ഞാൻ ഇവിടെ തിരിച്ചു വന്ന് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ നാട്ടുകാർ എന്നെ പഴിയാരി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടുന്ന് UK പോയി മൂട്ടകടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കില്ല. എനിക്കിപ്പോൾ പേടിയാ സത്യം പറഞ്ഞ് ഈ UK എന്ന് കേൾക്കുമ്പോൾ. ഭയങ്കര അവസ്ഥയാണ്. ഇത് മാത്രമല്ല, ഇതൊക്കെ അനുഭവിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല എന്തുകൊണ്ടാണ് വന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇത് നാട്ടിൽ പറഞ്ഞത് ആരെങ്കിലും വിശ്വസിക്കില്ല. ഞാൻ ഇതിന്റെ തെളിവ് ഞാൻ വീഡിയോ കോൾ ഞാനൊരു കാര്യം പറഞ്ഞു. എന്നെ ഇപ്പൊ ഈ കാണുന്ന തടിയില്ലേ, ഞാൻ ഈ കാണുന്ന തടിയിൽ ഇതിനേക്കാളും തടി വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയത്. 2-2.5 മാസം കൊണ്ട് ഞാൻ 11.5 കിലോ കുറഞ്ഞു പോയി. 11.5 കിലോ. അപ്പൊ എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ഭയങ്കരമായിട്ട് വന്നു. ഞാൻ ഇവിടെ നിന്ന് ഫിസിയോതെറാപ്പിക്ക് കിടന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ എൻ്റെ ബാക്ക് മസിൽസ് തൊട്ട് നോക്കിയിട്ട് ചോദിച്ചു, അവിടെ എക്സസൈസ് ഇല്ല, നമ്മളിവിടെ ഇരിക്കുവാണല്ലോ, ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല, കിലോമീറ്ററോളം നടക്കുക.
എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് തൊട്ട് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇതെന്താണ് നിൻ്റെ മസിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസിൻ്റെ മസിൽ പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്ത് അത് റെഡി ആയിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും പുറത്തു അറിയില്ല. ആക്ച്വലി ഇവിടുന്ന് ഇപ്പൊ ഒരുപാട് കയറി പോകുന്ന പിള്ളേർ ഇവിടുന്ന് ലോൺ എടുത്തിട്ടാണ് പോകുന്നത്. അവർ എല്ലാവരും പറയുന്നത് അവിടെ ചെന്ന പാർട്ട് ടൈം ജോലി കിട്ടും. എനിക്ക് അവിടെ ചെന്ന് കിട്ടിയത് ഒരു പാകിസ്ഥാനിന്റെ കോസ്റ്റാ കോഫിയിലാണ്. അവിടെ ചെന്ന് എനിക്ക് പണി എന്ന് പറഞ്ഞാൽ മുട്ടം പണി. 5.5 മണിക്കൂർ പണി എടുത്താൽ മാത്രമേ 1/2 മണിക്കൂർ അവിടെ ബ്രേക്ക് കിട്ടത്തുള്ളൂ. 1/2 മണിക്കൂർ ബ്രേക്ക് എന്ന് വെച്ചാൽ 8 മണിക്കൂർ ഷിഫ്റ്റ് ആയിരിക്കും. അതിൽ 5.5 മണിക്കൂർ കണ്ടിന്യൂസ് പണിയെടുത്ത് 1/2 മണിക്കൂർ ബ്രേക്ക്. ഈ 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ നമുക്കൊരു ചായ ഫ്രീ തരും. കോസ്റ്റാ കോഫി ഉണ്ട്, ഒരു ചായ ഫ്രീ. പിന്നെ ബാക്കി അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് കഴിക്കണമെങ്കിൽ അവിടെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. ഇന്ത്യൻസ് മാത്രം ഇത്രയും ഭയങ്കര ഹാർഡായിട്ട് അവിടെ പണിയെടുക്കുള്ളൂ. അവർ ഭയങ്കര എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ബിക്കോസ് ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് പണിയെടുക്കാൻ തയ്യാറാണെന്ന് അവർക്ക് അറിയാം. ബ്രിട്ടീഷേഴ്സ് ഇങ്ങനെ പണിയെടുക്കില്ല. ബ്രിട്ടീഷേഴ്സ് 2-3 മണിക്കൂർ പണിയെടുത്ത് അവരങ്ങ് പോകും, കഴിഞ്ഞു. നമ്മളവിടെ ചെന്ന് നിന്ന് പണിയുന്ന പണിയിൽ ഭയങ്കര അവസ്ഥയാണ്. അപ്പൊ എല്ലായിടത്തും ഇന്ത്യൻസ് ഉണ്ടാവുമല്ലോ? എല്ലായിടത്തും ഇന്ത്യൻസ് ഉണ്ടാവും. ഞാൻ പോയ കോസ്റ്റാ കോഫി തന്നെ ഒരു മലയാളി ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് എന്നെ ബാരിസ്റ്റ ഈ കോഫി അടിക്കാനൊക്കെ എന്നെ പഠിപ്പിച്ചത്. കോഫി അടിക്കാനൊക്കെ പഠിച്ചോ? പിന്നെ മിക്കവാറും അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ഇല്ല, അതൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ബാഡ് മെമ്മറി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ട്രോമയാവും. ഇതൊന്നും അല്ല, ഇത് കൂടുതലും വേറെ. ഇവിടുന്ന് UK ഇവിടുന്ന് കയറി പോകുന്ന കുട്ടികളൊക്കെ സേഫ് ആണോ? ആക്ച്വലി ചില സ്ഥലങ്ങളിൽ ഇതൊക്കെ ഓക്കെയാണ്, ചില സ്ഥലങ്ങളിൽ ഇതൊന്നും ഓക്കെ അല്ല. ഇതെന്താ, ഞാനൊരു കാര്യം പറയാം. ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി, ഇപ്പോൾ ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഒരു 75 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരും. ഈ 75 ലക്ഷം രൂപ ചിലവ് വന്ന് ഇത് നമ്മൾ ലോണാണ് എടുക്കുന്നത്. ഈ അവിടെ ചെന്ന് പെട്ടുപോയ ഒരു കൊച്ചിന് ഈ 75 ലക്ഷം രൂപ തിരിച്ചു വന്ന നാട്ടിലേക്ക് വന്ന 75 ലക്ഷം രൂപ എങ്ങനെ അടച്ചു തീർക്കാൻ പറ്റും? ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ പപ്പയോടും അമ്മയോട് ഞാൻ കാര്യം പറഞ്ഞു, ഇവിടെ നിന്ന് കഴിഞ്ഞ് എനിക്ക് ഉയർച്ച ഉണ്ടാവില്ല, ഞാൻ ഇങ്ങനെ തന്നെ പെട്ടു പോകുമെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് മാത്രം അവർ പറഞ്ഞു നീ തിരിച്ചു പോരെ. ഞാൻ ഒറ്റപുത്രനാ, അതുകൊണ്ട് അപ്പനും അമ്മയും പറഞ്ഞു നീ തിരിച്ചു പോരെ. അവർക്ക് എന്റെ ജീവനാണ് വലുത്, എല്ലാവർക്കും അത് തന്നെയാണ്. പക്ഷെ ഒന്നുമില്ലാത്ത ആൾക്കാരും അവിടെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ 75 ലക്ഷം രൂപ വേണ്ട, 30 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് പോയാൽ തന്നെ നിങ്ങൾ ആലോചിക്കും ഇത് എങ്ങനെ ലോൺ അടച്ചു തീർക്കും? അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വേറെ ചെലവ്. ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പൈസയുണ്ട്, പക്ഷെ നാട്ടിൽ നിന്ന് വരുന്ന ഇങ്ങനെ ഈ പൈസയും കൊണ്ട് നമ്മൾ എത്ര ദൂരത്തടിച്ചാൽ ഇവിടുന്ന് അവർ പൈസ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടുന്ന് ഏറ്റവും ഭയങ്കര വിശന്ന് അങ്ങ് ഇതായി കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തു പോയിട്ട് മെക്ഡി 1.15 അല്ലെങ്കിൽ 1.25 പൗണ്ട്സിന് നമുക്ക് മെക്ഡിന് ബർഗർ കിട്ടും. അത് കഴിച്ചാണ് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്തുകൂടെ എന്ന് വിചാരിക്കും. നമ്മൾ ഈ 8 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അവിടെ ബ്രേക്ക് ഇല്ലാണ്ട പണിയുന്നു. അവിടെ ഞാൻ വർക്ക് ചെയ്ത കോസ്റ്റാ കോഫിയിൽ ഒരു 100 പേർക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിപ്പോൾ ഈ റൂമിൻ്റെ അത്ര തന്നെ സ്പേസ് ഉള്ള ഒരു ഇതുണ്ട്. 2-3 ജോലിക്കാരുണ്ടാവും. ഇവർ കോഫി അടിക്കണം, ബില്ലിങ് ചെയ്യണം, ക്ലീനിങ് ചെയ്യണം, ടേബിൾ തുടയ്ക്കണം, പാത്രം കഴുകി തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ച് പിന്നെയും സെർവ് ചെയ്യണം. അതിനിടയ്ക്ക് ഓർഡറുകൾ വരും, ഇതെല്ലാം ചെയ്യണം. ഇപ്പം വേറൊരു കോമഡി എന്താ വെച്ചാൽ ഞാൻ എന്നാ ഓക്കെ ഈ കോസ്റ്റാ കോഫി വേണ്ട, വേറൊരു കോസ്റ്റാ കോഫി തപ്പം, കാരണം ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പം ഞാൻ നിൽക്കുന്ന ഏരിയയിലെ 10 കോസ്റ്റാ കോഫി പാകിസ്ഥാനി ഇന്ത്യ. അതുകൊണ്ട് ഞാൻ പെട്ടുപോയി. ഇപ്പൊ അവിടെ ചെന്ന് പെട്ടിട്ടുള്ള ഇപ്പൊ ഒരുപാട് പിള്ളേര് തുറന്നു പറയാത്തത് ഇതുകൊണ്ടിരിക്കും. ഇത്രയും ലക്ഷക്കണക്കിന് രൂപ അവര് തിരിച്ച് നാട്ടിൽ വന്നാലുള്ള അവസ്ഥ എന്താ? ഞാൻ അനുഭവിച്ചത് എന്താ പറയുക, ഞാൻ നാട്ടിൽ വന്നിറങ്ങിയപ്പം വീട്ടിൽ വന്നു. പിന്നെ പിറ്റേ ദിവസമോ അതിന്റെ പിറ്റേന്ന് കണ്ട ഒരു കല്യാണം ഉണ്ടായിരുന്നു. പപ്പേൻ്റെ ഫ്രണ്ടിന്റെ മോളുടെ ഒരു കല്യാണം. അപ്പൊ ഈ ചേച്ചിന്റെ കല്യാണത്തിന് ഞാൻ പോയപ്പം ഒരു 60 വയസ്സിന് മുകളിലുള്ളൊരു ചേട്ടൻ, ഞങ്ങൾ മാനന്തവാടി എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നൊക്കെ കാണാറുള്ളതാ. അപ്പം പപ്പയ്ക്ക് അറിയാവുന്ന ചേട്ടനാ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു നീ എന്താ ഇവിടെ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തിന് വന്നു. നിന്നെ UK പഠിപ്പിക്കാൻ വിട്ടതല്ലേ, നീ അങ്ങോട്ട് വേണ്ടേ പഠിപ്പിക്കാൻ? അപ്പന് കുറെ പൈസ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിന്നിട്ട് നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യം, നിന്നെ പഠിപ്പിക്കാൻ വിട്ടു അവിടെ പോയി പഠിക്കണം എന്ന് പറഞ്ഞു. ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണോ പറയുന്നത്? ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട്. മീൻസ് എൻ്റെ പപ്പ ഇവിടെ നിൽക്കുക, പപ്പേൻ്റെ വേറെ ഫ്രണ്ട്സ് നിൽക്കുക, ഞങ്ങളിങ്ങനെ വട്ടത്തിൽ നിന്ന് വർത്തമാനം പറയുക. പുള്ളി ഉറക്കെ അങ്ങ് പറഞ്ഞു. അപ്പോൾ UK നിന്ന് തിരിച്ചു വന്ന് ഇത്രയും ലക്ഷം നഷ്ടപ്പെട്ട് നിൽക്കുന്ന എൻ്റെ അവസ്ഥയും പപ്പേൻ്റെ അവസ്ഥയും അമ്മേൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞ എന്തായി? സജീൻ്റെ മോനെ അഹങ്കാരി. പപ്പ എന്തെങ്കിലും തിരിച്ചു പറയാൻ പപ്പയ്ക്ക് പറ്റുമോ? ഇല്ല, കാരണം പപ്പേനേക്കാളും മൂത്ത ആളാണ്. പപ്പ എല്ലാ ദിവസവും ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്ന ആളാണ്. എന്തെങ്കിലും തിരിച്ചു പറയാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. എനിക്ക് അവിടെ നിന്ന് അത് കേട്ടപ്പോൾ അങ്ങോട്ട് വിഷമായി. ബിക്കോസ് ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് പോകുന്നതിൻ്റെ സങ്കടം, രണ്ടാമത്തെ കാര്യം ഇവിടെ നിന്ന് ഇത് കേൾക്കുന്നതിൻ്റെ സങ്കടം.
ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ പപ്പേനോട് പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. അടുത്ത ബസ് കയറി ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാൻ ആ കല്യാണം വീട്ടിൽ നിന്ന് പോന്നു. കാരണം ഈ ചേട്ടൻ എന്നെ ഇങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടമായി. കാരണം എനിക്ക് പിന്നെ അങ്ങോട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇന്ന് വരെ ഞാൻ ആ പുള്ളീനെ മുഖത്ത് പിന്നെ നോക്കിയിട്ടുമില്ല. പിന്നെ പുള്ളീനെ കാണുമ്പോൾ ഞാൻ നല്ല മുഖത്ത് നല്ലൊരു എക്സ്പ്രഷൻ അങ്ങ് ഇടും. നല്ലൊരു എക്സ്പ്രഷൻ ഇടും. പുള്ളിയുടെ മക്കളൊക്കെ UK യിലാണോ? പുള്ളീൻ്റെ മക്കളൊക്കെ പുറത്താ. അവർക്കൊക്കെ ജോലിയാണ്, നേഴ്സാണ് വേറെ. പക്ഷെ അവരും ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. കാരണം പുള്ളിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചിലപ്പോൾ മക്കൾക്ക് അറിയാം. ഇപ്പം എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തെങ്കിൽ മക്കളുടെ അടുത്ത് എന്തായിരിക്കും പുള്ളിൻ്റെ അവസ്ഥ? തീർച്ചയായിട്ടും ഓരോ സ്ഥലങ്ങളിലെ ആൾക്കാരുണ്ട്, എന്താ കാര്യം എന്നറിയാതെ ഇടപെടുന്ന കുറേ ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. അതാണ് പ്രശ്നം. അത് നല്ലതിന് വേണ്ടിയിട്ട് ആണെങ്കിൽ പതുക്കെ മാറ്റി നിർത്തിയിട്ടല്ലേ സംസാരിക്കുന്നത്. ഇത് മൊത്തം നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് കളഞ്ഞു. എല്ലാ നാട്ടിലും അങ്ങനെ കുറച്ച് പേരുണ്ട്, നമ്മളെല്ലാവരും ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പൊ ഈ ആപ്പെല്ലാം തുടങ്ങിയതിന് ശേഷം ഈ പറയുന്ന ആൾക്കാരൊക്കെ തിരിച്ചു പറയാൻ തുടങ്ങി, നീ തിരിച്ചു വന്നത് വളരെ നന്നായി, വളരെ നന്നായി. UK പോയി തിരിച്ചു വന്നത് വളരെ നന്നായി. ആ മറ്റേ അങ്കിളിനൊരു ഫുഡ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്, അതെ, എന്തെങ്കിലും സാധനം ബുക്ക് ചെയ്ത് കൊടുക്കുക. അയാൾ സ്ഥിരം പോകുന്ന കോഫി ഹൗസിൽ ഞങ്ങൾ ഇത് റെഡിയാക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ഈ ഇപ്പൊ UK ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അവിടെ ഈ ഡ്രഗ്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന പിള്ളേരുടെ ഉപദ്രവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഞാനൊരു ഒരു വിഭാഗത്തെ മാത്രം എടുത്ത് പറയുന്നതല്ല. ആഫ്രിക്കൻസ് അവിടെ ഉണ്ട്. അവരെ നല്ല രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇപ്പം രാത്രിയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് അതിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് പേടിയാണ്. ബിക്കോസ് അവിടെ അവരുടെ ആക്രമണം ഉണ്ട്. അവരുടെ അടുത്തേ ക്യാഷ് ഉള്ളൂ. ബ്ലാക്സിന്റെ അടുത്തേ ക്യാഷ് ഉള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ആഫ്രിക്കൻസിന്റെ അടുത്തേ ക്യാഷ് ഉള്ളൂ. ഇപ്പം നമ്മളൊരു പബ്ബിൽ പോയി എന്ന് വിചാരിക്കുക, അവിടുത്തെ ലേഡീസ് ഫുള്ള് ഈ ബ്ലാക്സിൻ്റെ അടുത്തായിരിക്കും. ഇപ്പം ഞാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ അവിടെ ചെന്ന് കഴിയുമ്പം ഈ പണിയെടുത്ത് ഭ്രാന്ത് പിടിക്കും. ഈ 8 മണിക്കൂർ 9 മണിക്കൂർ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അവിടെ 1 പൗണ്ട് അല്ലെങ്കിൽ 1.5 പൗണ്ടിന് ബിയർ കിട്ടും, ക്യാൻ കിട്ടും, ഏത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. രാത്രി പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞ് ഇവന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. മൂട്ടകടി ഇവന് പ്രശ്നമില്ല. അടിച്ചു കഴിഞ്ഞാൽ മൂട്ടകടിക്കുന്ന അറിയില്ലല്ലോ. പിന്നെ പിറ്റേ ദിവസം ഇവന് എണീറ്റ് കഴിഞ്ഞാൽ അടുത്ത ഷിഫ്റ്റിന് പോകണം. അതുകൊണ്ട് ഇവനിത് അടിച്ചിട്ടങ്ങ് കയറി കിടക്കും. വെള്ളം അടിക്കാത്ത ഒരു പിള്ളേരും ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ. വെള്ളം അടിക്കാത്തവന്മാർ പോലും വെള്ളം അടിച്ചു പോകും. ഈ പ്രഷർ കാരണം ഇതൊക്കെ നാട്ടിൽ വിളിച്ച് പറഞ്ഞാൽ അവർ പറയും, മോനെ നീ എങ്ങനെയെങ്കിലും നിൽക്ക്. മറ്റേ ബേസിലിന്റെ ഒരു സിനിമയില്ലായിരുന്നു, മോനെ നീ എങ്ങനെയെങ്കിലും നിൽക്ക്, ജോമോനെ നീ എങ്ങനെയും നിൽക്കുന്നു പറയുന്ന പോലെ അങ്ങനെ പറയുള്ളൂ. എല്ലാ പാരൻസിന്റെ അവസ്ഥ ഇത്. എല്ലാവരും പക്ഷെ ഇവിടെ ഇരുന്ന് സങ്കടപ്പെടും, എൻ്റെ മോനെ അവിടെ പോയിട്ട് അങ്ങനെയായി. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നൊക്കെ വിചാരിക്കും. ശരിയാവുന്നവരുണ്ട്, ശരിയാവാണ്ട് തിരിച്ചു വരുന്നവരുണ്ട്. ഇപ്പം ഞാനിത് തുറന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കിത് നാട്ടുകാരെ അറിയിക്കണം, അല്ലെങ്കിൽ ഇനി ഒരാൾ പോയി പെടരുതെന്ന് എനിക്ക് ചിന്തയുണ്ട്. പക്ഷേ ഇത് എന്താ ഇങ്ങനെ തിരിച്ചു വന്ന എന്തോരം ആൾക്കാരുണ്ടെന്ന് അറിയാം എൻ്റെ നാട്ടിൽ തന്നെ. അവരൊന്നും ഇപ്പൊ പുറത്തിറങ്ങുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇൻട്രോവേർട്ട് ആയിപ്പോയി. ഞാൻ ഈ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞില്ലേ, ഇതേ കഴിഞ്ഞിട്ട് തന്നെ അടുത്ത മാസം എനിക്കൊരു കല്യാണം വന്നു. ഞാൻ പറഞ്ഞു ഇപ്പം പോവില്ല എന്ന് പറഞ്ഞു. എൻ്റെ കുടുംബക്കാരുടെ കല്യാണം. ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പേൻ്റെ ചേട്ടൻ വീട്ടിൽ വന്നിരുന്ന് എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത്. കാരണം അന്ന് UK എന്നുള്ള ആൾക്കാർ അവിടെ വരുന്നുണ്ട്, കുടുംബക്കാർ വരുന്നു. അപ്പൊ എനിക്കറിയാം ഇനിയിപ്പോൾ അവരെന്നെ എന്തെങ്കിലും പറയുമോന്ന് എനിക്ക് ഇതുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവസാനം എൻ്റെ പപ്പൻ്റെ ചേട്ടൻ വന്നിരുന്ന്, പുള്ളിക്കാരന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പുറത്തിറങ്ങുന്നതിന്. ഞാൻ അത്രയും ഇതായി പോയി. വിൽസൺ, ഒരു മാഷാണ്, ഇപ്പൊ റിട്ടയർഡ് ആവാനായി. പുള്ളി ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ ലൈഫിൽ ഭയങ്കര കുറെ കാര്യങ്ങൾ പുള്ളി എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം പപ്പയും അമ്മയും പുള്ളിയും കൂടി എന്നെ ഇരുന്ന് ഫുള്ള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ ചുമ്മാ വാ, ഒന്നുമില്ല, ഇനി ആരെന്ത് പറഞ്ഞാലും നീ അത് മൈൻഡ് ആക്കണ്ട. പക്ഷെ അന്ന് ഞാൻ ചെന്നു, അന്ന് പുള്ളി അന്ന് ആരും എന്നോടൊന്നും പറഞ്ഞില്ല. ഈ UK വന്ന ആൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ, ജീവിക്കാൻ പഠിച്ചില്ലേ, അത് മതി എന്ന് പറഞ്ഞു. നീ ഇനി എവിടെയും ജീവിക്കും. UK ഇത് മനസ്സിലായില്ലേ, മതി. ഇനി ഞാൻ UK പോയില്ല എന്ന് വിചാരിച്ചോ, ഞാൻ മരിക്കുന്നവരെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആയിരുന്നു കുത്തും, അന്ന് UK പോയാൽ മതിയായിരുന്നു. ഇപ്പൊ ഇനിയിപ്പോ UK പോകണ്ട, ഞാൻ അനുഭവിച്ചല്ലോ. ഇനി UK പോകണ്ട, ഞാൻ പോകാത്തത് നന്നായി, ഐ മീൻ പോയി തിരിച്ചു വന്നത് നന്നായി. നല്ലൊരു അനുഭവം കിട്ടി. എവിടെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റും, എന്ത് വന്നാലും ഞാൻ പിടിച്ചു നിൽക്കും. തീർച്ചയായിട്ടും. ഈ നമ്മളൊരു സ്ഥലത്ത് നിന്ന് തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും നമ്മൾ ഡൗൺ ആയിരിക്കും. ഇതിൽ നിന്നൊക്കെ തിരിച്ച് കയറി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെ, ആ ഒരു എനർജി എങ്ങനെ കിട്ടിയ? തിരിച്ചു കയറി വരുന്നത് പറഞ്ഞാൽ ഞാൻ അത്ര ഹാപ്പി ആയിരിക്കുന്നത് കൊച്ചി വരുമ്പോഴാണ്. എന്നെ ഞാനാക്കി മാറ്റിയത് നമ്മുടെ ഇവിടെയുള്ള രാജഗിരി കോളേജാണ്, കളമശ്ശേരിയുള്ള രാജഗിരി കോളേജ്. ഞാൻ അവിടെ ഡിഗ്രി പഠിച്ചപ്പോഴാണ് എനിക്ക് ഒരു ബിസിനസ്, ഒരു പാഷനൊക്കെ ഭയങ്കരമായിട്ട് കയറി വന്നത്. അപ്പം
എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ ആലോചിക്കാൻ തുടങ്ങി എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇവരുടെ മുമ്പിൽ ഒന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം തുടങ്ങിയാൽ മാത്രം അത് സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ചുമ്മാ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതൊരു സ്റ്റാർട്ടപ്പ് ആവത്തില്ല. സോ കുറേ പ്ലാൻ ചെയ്തിരുന്നിട്ട് കാര്യമില്ല, എന്ത് ഐഡിയ വന്നാലും ഒന്ന് തുടങ്ങുക, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മൈൻഡ് എനിക്കും എൻ്റെ പപ്പയ്ക്കും അങ്ങനെ തന്നെയാണ്. എനിക്കൊരു ബിസിനസ് ഐഡിയ വരുമ്പോൾ ഞാൻ പപ്പയോട് പോയി പറഞ്ഞു, പപ്പ പറയും ആയിക്കോട്ടെ നീ ചെയ്തു. അത്രയും സപ്പോർട്ടായിട്ടാണ് ഫാമിലി നിൽക്കുന്നത്, പപ്പയും അമ്മയും. അപ്പം അങ്ങനെ ഒരു പാരൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്, അവരുടെ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു കയറി വന്നത്. പപ്പയും അമ്മയും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ UK എന്നൊക്കെ തിരിച്ചു വരുമ്പം ഇവർ പാരൻസിൻ്റെ അടുത്തുനിന്നും പപ്പേൻ്റെ അടുത്തുനിന്നും കുറേ പൈസ പോയി. കണക്ക് പറയുകയാണെങ്കിൽ ഡബിൾ ഡിജിറ്റ് പോയി. അങ്ങനെ പോയിട്ടും പുള്ളി എന്നോട് ഇതിനെപ്പറ്റി ഒരു കണക്ക് പറയോ, സാധാരണ വീട്ടിലൊക്കെ കണക്ക് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്, നിന്നെ ഞാൻ അവിടം വരെ പഠിപ്പിക്കാൻ വിട്ടിട്ട് നീ തിരിച്ചു വന്നിടാന്നൊക്കെ. പപ്പ എന്നോട് ഒന്നും വേണ്ടിയില്ല, നീ ഓക്കെ ആണോ, നീ എവിടെയാണോ ഓക്കെ ആവുന്നത് നീ അവിടെ നിന്നോ, കൂടെ നിന്നു. പപ്പയും അമ്മയും കൂടെ നിന്നു. അങ്ങനെ നിന്ന് എനിക്ക് രാജഗിരി തന്നെ പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ രാജഗിരി ബിസിനസ് സ്കൂളിൽ PGDM പഠിക്കുക. അതിന്റെ കൂടെയാണ് നമ്മൾ സ്നാക്സ് തുടങ്ങുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഈ ഒരു മൈൻഡാണ് ശരിക്കും എനിക്ക് ആയി വന്നത്, എനിക്ക് ഇങ്ങനെ ഒരു തിരിച്ച് കയറി വരാൻ പറ്റിയത്. ഞാൻ പറയട്ടെ, ഇപ്പൊ ബ്രോനെ സംബന്ധിച്ചിടത്തോളം അനുഭവത്തിൽ നിന്നാണ് ഓരോന്ന് പഠിക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതേപോലെ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ? ഇഷ്ടം പോലെ പതുക്കെ ഓരോന്നായിട്ട് തുടങ്ങി. എനിക്കൊരു ബുക്കുണ്ട്, ആ ബുക്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ബുക്കിന്റെ കാര്യം പറയുന്നതിന് മുമ്പേ ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഞാൻ ചുമ്മാ കറന്റ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് ഒരു 2 വെഞ്ചേഴ്സ് എഴുതി വെച്ചു. അന്ന് ഞാൻ എഴുതിയത് വിൻറ്റേജ് ഓൺലൈൻ സ്റ്റോറും ഈ വെബ്സൈറ്റ് ക്രിയേഷന്റെ പേരുമാണ്. അത് കഴിഞ്ഞ് അപ്കമിങ് വെഞ്ചേഴ്സ് എന്നും പറഞ്ഞിട്ട് ഞാൻ കുറേ എന്തൊക്കെയോ അന്ന് എനിക്ക് തോന്നിയതൊക്കെ എഴുതി വെച്ചു. ഒരു 2-3 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ പെട്ടി ക്ലീൻ ചെയ്തപ്പോൾ, ഞാനിതൊരു ഫയലിലൊക്കെ ആക്കി വെച്ചായിരുന്നു. പെട്ടി ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം കിട്ടി. ഞാൻ എടുത്തിങ്ങനെ മറിച്ച് നോക്കിയപ്പം അന്ന് അതിനകത്തുണ്ടായിരുന്ന ഒരു 8 വെഞ്ചേഴ്സ് എനിക്ക് ഇന്നുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി ആ കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനുശേഷം ഒരു 8 വെഞ്ചേഴ്സ് അന്ന് ഞാൻ ഈ സാധനം കാണുമ്പോൾ എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ കോട്ടയത്ത് പോയപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയി പിള്ളേരെ കാണിച്ചു കൊടുത്തു. ഞാൻ ഡേറ്റ് സൈഡ് ഇട്ട് വെച്ചേക്കുമായിരുന്നു അതിനകത്ത്. ഞാൻ അങ്ങനെ തലേദിവസം പ്രിന്റ് അടിച്ചതല്ല, ഞാൻ കറക്റ്റ് അങ്ങനെ ചെയ്ത് വെച്ച സാധനം എനിക്കത് ഭയങ്കര ഒരു ഇതായി തോന്നി. പിന്നെ ഞാനൊരു ഡയറിയിൽ ഇതെല്ലാം എഴുതി വെക്കും, എൻ്റെ ഭാവിയുള്ള പ്ലാനുകൾ എന്തൊക്കെ, ഇനി എന്തൊക്കെ വെഞ്ചേഴ്സ് വേണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ ഈ കാര്യങ്ങൾ നടക്കും. ഒന്നെങ്കിൽ പ്ലാൻ A അല്ലെങ്കിൽ പ്ലാൻ B ഞാൻ നടത്തിയിരിക്കും. ബ്രോ ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടും ബ്രോ വിചാരിച്ച കാര്യങ്ങൾ ചെയ്തു വരുന്നതുകൊണ്ടും ചോദിക്കുകയാണ്, ഒരുപാട് ആളുകളുണ്ട് അവരുടെ മനസ്സിൽ കുറേ പ്ലാനുകളുണ്ട്, പക്ഷെ വർക്കൗട്ട് ചെയ്യൂല. മടി. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് നേടാൻ പറ്റും, പക്ഷേ സേഫായിട്ടൊരു ഇതിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഒന്ന് ഓണാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം ചേട്ടൻ്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നു, ഒരു ബിസിനസ് ഐഡിയ വന്നു. ഇത് ചേട്ടൻ്റെ മനസ്സിൽ വരാൻ കാരണം എന്താ? ചേട്ടൻ ചെയ്യാൻ പറ്റും എന്ന് ചിന്തയുള്ളതുകൊണ്ടല്ലേ. ചേട്ടൻ ഇത് 3ാമത് ഒരാളുടെ അല്ലെങ്കിൽ 2ാമത് ഒരാളുടെ അടുത്ത് പോയി പറയുമെന്ന് വിചാരിച്ചോ, അപ്പം അയാൾ പറയുകയാണ് ഇത് പറ്റത്തില്ല, ഇത് ചെയ്യാൻ വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ ചേട്ടൻ ചിന്തിക്കുള്ളൂ അത് വർക്കൗട്ട് ആവില്ല എന്ന്. അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട. നമുക്ക് എന്ത് പ്ലാൻ മനസ്സിൽ വരുന്നു അത് ട്രൈ ചെയ്യുക. വിജയിക്കാതിരിക്കോ അതൊക്കെ സെക്കൻഡ് തിങ്ങാ, മനസ്സിലായി? അതൊക്കെ സെക്കൻഡറിയാ. ഇനി വിജയിച്ചില്ലേ കുറച്ച് പൈസ പോകുന്നല്ലേ ഉള്ളൂ. അടുത്ത ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് നേടിയ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ലെസൺ ഉണ്ടല്ലോ, നമുക്കതിവിടെ യൂസ് ചെയ്യാം. ഒരുപാട് പേര് പകുതിക്ക് വെച്ചിട്ട് വേണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ആരും വർക്കൗട്ട് ചെയ്യില്ല. മടി. ശരിക്കും പറഞ്ഞാൽ ഓൾവേസ് തിങ്ക് അബൌട്ട് ബിസിനെസ് എന്നാ പറയാ, BUSYNESS, ബിസിനെസ്. ശരിക്കും നമ്മൾ ഫുൾ ടൈം ബിസി ആയിരുന്നു എന്ന് നോക്കി, നമുക്ക് വേറെ ചിന്തകളൊന്നുമില്ല, നമ്മൾ ഫുൾ ടൈം ബിസി ആയിരുന്നു നോക്കി, നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ ബിസിയായി. ഞാൻ ഡിഗ്രി കാലത്തും ബിസിയാ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. എൻ്റെ കോളേജ് പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ ഈ ബിസിനസ്സിൻ്റെ പുറകെ പോയതുകൊണ്ട് നിനക്ക് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ മൊമെന്റ്സ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. കുറേ മൊമെന്റ്സ് ഇവരുടെ കൂടെ ട്രിപ്പ് പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴാണെങ്കിലും പല മൊമെന്റ്സ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാഫുണ്ട്. ഈ സ്റ്റാഫ് എനിക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നു, ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് പോകുന്നു, അവരെ കൊണ്ട് ഞാൻ ഡ്യൂട്ടി ചെയ്യിക്കണം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ക്ലാസ്സിൽ കയറുന്നു, വീണ്ടും ഞാൻ ഇറങ്ങി ബ്രേക്കിന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഇവരെ അടുത്ത് പോകുന്നു. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ തമാശ പറഞ്ഞിരിക്കാനോ ചിരിച്ചും കളിച്ചു ഇവരുടെ കൂടെ എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എൻ്റെ ലൈഫിൽ എന്താ പറയുക, ആദർശ് എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ നല്ല രീതിയിൽ രജിസ്റ്റർ ആക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ രാജഗിരി കളമശ്ശേരി പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിങ്ങനെ എടുത്തു പറയുന്ന വേറൊന്നല്ല. രാജഗിരിയിലെ ഒരു മാഗസീൻ ഉണ്ടായിരുന്നു,
അതിനകത്ത് ഫ്രണ്ട് പേജ് ഉൾപ്പെടെ 4 പേജ് എന്നെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ അവിടെ പഠിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റുഡൻറ് ഓൺടർപ്രണറിനെ അവിടുത്തെ ഓൺടർപ്രണർഷിപ്പ് ഡേക്ക്, സ്റ്റാർട്ടപ്പ് ഡേക്ക്, ഓൺടർപ്രണർഷിപ്പ് ഡേക്ക് എന്നെ അവിടുത്തെ റിസോഴ്സ് പേഴ്സണായിട്ട് വിളിച്ചു പഠിക്കുമ്പോൾ തന്നെ. അതൊക്കെ എനിക്ക് വലിയ അച്ചീവ്മെൻറ്റാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് വലിയൊരു കാര്യമാണ്. നമ്മൾ ചിലവർക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ തുടങ്ങാൻ വേണ്ടി പലതരത്തിലുള്ള പേടി. ആദ്യം പേടിക്കുന്നത് ഇത് വർക്കാവുമോ എന്നാണ്. നല്ല നല്ല പ്ലാനുകളായിരിക്കാം, ചിലപ്പോൾ ആ ഒരു പേടി കൊണ്ട് ചിലപ്പോൾ അവർ ചെയ്യില്ല. അത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ വർക്ക് ആയേനെ, എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പേടി, എല്ലാവർക്കും ഒരു സാധനം തുടങ്ങാൻ ഭയങ്കര പേടിയുണ്ട്. ആ പേടിയാണ് ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്? നമ്മൾ നല്ല നല്ല മെൻറ്റേഴ്സിനെ കണ്ടെത്തുക. ഏറ്റവും നല്ല ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും നെഗറ്റീവ് പറയാൻ ഭയങ്കര താല്പര്യമായിരിക്കും. എല്ലാവരും പെട്ടെന്ന് നെഗറ്റീവ് അടിക്കും. പക്ഷേ പോസിറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, ഈ നെഗറ്റീവ് വരുന്ന സാധനം എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്ന് പറഞ്ഞു തരുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇവരെ അങ്ങ് കൂടെ പിടിക്കുക. ഇവരെ അങ്ങ് കൂടെ പിടിച്ചിട്ട് ഇവരുടെ ആ സപ്പോർട്ടിൽ അങ്ങ് മുമ്പോട്ട് നീങ്ങുക. കുറച്ച് ഒരു ചെറിയ ലെവലും കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സാധനം അങ്ങ് ഹൈ ആവുന്ന സമയത്ത് നമുക്ക് തന്നെ കോൺഫിഡൻസ് വരും. ഇത് സാധനം കയറും, നമ്മുടെ കയ്യിൽ നിൽക്കാണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ, നിയോ സ്നാക്സ് എന്ന് പറയുന്ന ഇതൊരു ഐഡിയ മാത്രമായിരുന്നു ഒരു 6 മാസം മുമ്പ്. ഈ 6 മാസം മുമ്പ് ഞാൻ ഈ ഐഡിയ രാജഗിരി കോളേജിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്തു. എനിക്ക് അവിടുന്ന് കുറേ നെഗറ്റീവ്സ് എനിക്ക് കിട്ടി. ഈ നെഗറ്റീവ്സ് എങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റാമെന്ന് ഞാൻ ചിന്തിച്ചത്. ഓക്കെ, അങ്ങനെ അത് പോസിറ്റീവ് ആക്കി ഈ ആപ്പ് അവിടുത്തെ രാജഗിരി കോളേജിൽ ഒരു ഫെസ്റ്റിന് തന്നെ ഞാൻ അത് അവിടെ ഇട്ടു, ടെസ്റ്റ് അടിച്ചു. അന്ന് ഇത് സക്സസ്ഫുൾ ആയിട്ട് അങ്ങ് വർക്ക് ചെയ്തപ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ടീച്ചേഴ്സ് എല്ലാം എൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങി. കാരണം ഇവർ വർക്കിംഗ് മോഡൽ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗതി വർക്കൗട്ട് ആവും, വേറെ ടെൻഷനൊന്നും വേണ്ട എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ സാധനത്തിലേക്ക് കയറിയത്. അടിപൊളി. ഇപ്പോൾ ഈ ആപ്പ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, ഇതിപ്പോൾ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇനി അപ്ഡേഷൻസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും. ഞാനിപ്പം പുതിയ കാര്യങ്ങളിൽ ഇങ്ങനെ ഇൻസേർച്ച് ചെയ്യണം. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഞാൻ ടൈപ്പ് ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് പറ്റാത്തതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഹണി അങ്ങനത്തെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഈ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഇപ്പം ഇവിടെ തന്നെ എറണാകുളത്തുള്ളവർക്ക് ഒരു ഹണി കിട്ടണമെങ്കിൽ അവർക്ക് നല്ലൊരു തേൻ കിട്ടത്തില്ല. അപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നവരോട് കൊണ്ടുവരാൻ പറയുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവർക്കത് വേണ്ട, ഇവർക്ക് ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്താൽ കറക്റ്റ് അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പ്രൊഡക്റ്റ് കിട്ടും. അങ്ങനെ ഒരു രീതിയിലേക്കും കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട്. ഞങ്ങളുടെ സംസാരങ്ങളും ഒറിജിനൽ സംഭവങ്ങൾ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിൽക്കുന്ന സാധനം എനിക്ക് ഇതിലേക്കും കൂടി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഓക്കെ. ഈ ഐഡിയാസ് എല്ലാം ഇത് സ്റ്റാർട്ടിങ്, അതായത് നമ്മളൊരു 10th വരെ പഠിക്കുന്നതിൻ്റെ ഉള്ളിൽ ആ ടൈമിൽ ബ്രോൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഐഡിയാസ് ഒക്കെ വരുമായിരുന്നു? ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എപ്പോഴാണ് തുടങ്ങിയത്? 9ാം ക്ലാസ് തൊട്ട്. 9ൽ തുടങ്ങി. അതെങ്ങനെയാണ് ആ ഒരു കണക്ഷൻ വന്നത്? അത് എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ പപ്പേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ, 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പപ്പേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ, ഞാനന്ന് തൊടുപുഴയാണ് പഠിച്ചത്. തൊടുപുഴ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. സോ പപ്പേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോയപ്പം ഒരു ചേട്ടൻ സ്ഥലം വിൽക്കാനൊക്കെ ആയിട്ട് അവരുടെ കാര്യങ്ങൾക്ക് പോയി. അപ്പം ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഈ പപ്പേൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഈ പുള്ളി കൈ നോക്കി പറയൂന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒന്ന് ഇങ്ങനെ കൈ നോക്കിയിട്ട് പുള്ളി, ഞാൻ ഇത് വിശ്വസിക്കുന്നില്ല, പക്ഷേ ഇതൊരു ഞാൻ ആലോചിച്ചപ്പോൾ ഇതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പുള്ളി അന്ന് എന്നോട് പറഞ്ഞു, പഠിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അത് നീ പേടിക്കണ്ട, അത് +2 കഴിയുമ്പോഴത്തേക്കും മാറിക്കോളൂ എന്ന് പറഞ്ഞു. 10 കഴിയുമ്പോഴത്തേക്കും മാറിക്കോളൂ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ 7ല്ല. ഓക്കെ ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താവാൻ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ 7ാം ക്ലാസ്സിലാണല്ലോ. അപ്പം നമ്മളെന്താ പറയുക, IAS ഓഫീസർ, IPS ഓഫീസർ. അപ്പം ഞാനെന്ത്, എനിക്ക് IAS ഓഫീസർ ആവണം എന്ന് പറഞ്ഞു. അല്ല, നീ ബിസിനസ്സിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. 7ാം ക്ലാസ്സിൽ അന്ന് എന്നോട് പറഞ്ഞു. ഞാനിത് വിശ്വസിച്ചില്ല, എനിക്കിത് ഒരു വിശ്വാസമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ഒരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് 9ാം ക്ലാസ് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ആ മൈൻഡ് അങ്ങ് മാറി തുടങ്ങി. എനിക്ക് ബിസിനസ് തുടങ്ങണം, എന്തെങ്കിലും നാടിന് വേണ്ടി ചെയ്യണം എന്നുള്ള ആ മൈൻഡിലേക്ക് എത്തി. അങ്ങനെ വേറൊരു കാര്യം കൂടി പറയാം. 9ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് CBSE അന്നൊരു റൂൾ ഇറക്കിയത്. 9ാം ക്ലാസ്സിൽ 50% മാർക്ക് മേടിക്കാത്തവരെ ഒന്നും 10th ജയിപ്പിക്കത്തില്ല. റൂൾ ഇറക്കി. എനിക്ക് 50% മാർക്ക് വേണ്ടേ? പൊട്ടി എക്സാമിന് തോറ്റു. അടിപൊളി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പപ്പ ഒരു ദിവസം ട്രിവാൻഡ്രം പോകാമെന്ന് പറഞ്ഞ് പെട്ടി എടുത്തിറങ്ങി. 1 മണിക്കൂർ കഴിയുമ്പോൾ പപ്പ തിരിച്ച് കയറി വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പപ്പേൻ്റെ മുഖത്തൊന്നും മിണ്ടുന്നില്ല, ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അടുക്കളേൻ്റെ ഭാഗത്ത് ഞാൻ മേലെ ഇരുന്ന് പഠിക്കും കേട്ടോ. അത് 9ാം ക്ലാസ് ഞങ്ങൾക്ക് ഡിസംബറിൽ തീരും, ജാനുവരി തൊട്ട് 10th തുടങ്ങും. അങ്ങനെ കോളേജുകാർ സ്കൂളുകാർ തന്നെ സ്റ്റാർട്ട് ചെയ്യും.
അപ്പം അടുക്കളയിൽ നിന്ന് അവിടെ നിന്ന് അമ്മേനോട് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നു കേട്ടു. അവനിങ്ങനെ 9ാം ക്ലാസ് തോറ്റു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പണി പാളി, ഇനി കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ വേഗം ബുക്കെല്ലാം മടക്കി വെച്ചു. എന്നിട്ട് സ്ഥിരം ചെയ്തോലെ ഞാൻ പോയി കിടക്കാന്നുള്ള പപ്പയോട് ഇരിക്കുക. പപ്പ ചോദിച്ചു, നീ 9ാം ക്ലാസ് ജയിക്കുമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ അറിഞ്ഞു തോറ്റ കാര്യം, പിന്നെ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞു. എന്നാലും ജയിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. തോറ്റു, റിസൾട്ടും വന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, അത് വേറെ. അപ്പോൾ ഇത് പപ്പയ്ക്കും അമ്മയ്ക്കും അറിയത്തില്ല ഈ കാര്യം. ഇതോടെ പപ്പേനോട് അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പളാണ് പറഞ്ഞത്. പപ്പയും പ്രിൻസിപ്പളും നല്ലൊരു ബന്ധത്തിലുണ്ട്. അപ്പം ഒരു അച്ഛനായിരുന്നു. ഈ അച്ഛൻ ഇത് പറഞ്ഞു, ഇവൻ ഇങ്ങനെ തോറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. തീർന്നില്ലേ? അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ജയിക്കുമോ? ഞാൻ പറഞ്ഞു, ആ ജയിക്കും. നീ എന്നാ ഇത്ര സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ എന്ന് പറഞ്ഞു. 3 സബ്ജക്റ്റ് ഞാൻ തോറ്റു എന്ന് പറഞ്ഞു. പെട്ടില്ലേ? പിന്നെ അങ്ങോട്ട് ബഹളമായി, ഒച്ചപ്പാടായി, രാത്രി ഉറക്കമില്ലായ്മയായി, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റു. രാവിലെ 4 മണി തൊട്ടിരുന്ന് പഠിക്കണം. ഭയങ്കര 10ാം ക്ലാസ് ആണല്ലോ. അങ്ങനെ ഞാൻ എന്നിട്ട് അവിടെ ചെന്നു. അപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു, ഓക്കെ 2 സബ്ജക്റ്റിന് തോറ്റവർക്ക് എക്സാം എഴുതാം, ഒന്നുകൂടെ എക്സാം എഴുതാമെന്ന് പറഞ്ഞു. അല്ല, 3 26 ജയിക്കാൻ. ഞാൻ 25 മേടിച്ചു. അപ്പൊ മാം പറഞ്ഞു, കുഴപ്പമില്ല, 1 മാർക്കല്ലേ, 26, നീ പാസ് ചെയ്യുന്നു. ഓക്കെ ശരി. അങ്ങനെ 2 സബ്ജക്ട്, മാത്സും സോഷ്യൽ സയൻസ്. എൻ്റെ പപ്പേൻ്റെ ചേച്ചി സോഷ്യൽ സയൻസ് ടീച്ചർ. എൻ്റെ മാത്സ് പഠിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ എൻ്റെ പപ്പേൻ്റെ ചേച്ചീൻ്റെ മോൻ തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കുക, MBBS പഠിക്കുക. പുള്ളിക്കാരനോട് ഈ കാര്യം പപ്പ പറഞ്ഞു. പുള്ളിക്കാരൻ അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാത്സിൻ്റെ 15 ചാപ്റ്റേഴ്സ് ഒരു പേപ്പറിൽ എഴുതി വെച്ച് എന്നെ ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിച്ച് എക്സാം വന്നു. ഞാൻ എക്സാം എഴുതി. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് 80-ൽ 67-68 മാർക്കെങ്ങാണ്ട് ഞാൻ മേടിച്ചു മാത്സിന്. പാസ്സായി. സോഷ്യൽ സയൻസും ഇതേപോലെ തന്നെ എൻ്റെ പപ്പേൻ്റെ ചേച്ചി പഠിപ്പിച്ചു, പാസ്സായി. 2 സബ്ജക്റ്റും പാസ്സായി. 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് കയറി. ഈ സെയിം മാത്സ് ടീച്ചർ തന്നെ എന്നെ പഠിപ്പിക്കുന്നത്. മാത്സ് ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിനക്ക് പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, നിന്റെ 10ലെ പേപ്പർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി, 9ലെ പേപ്പർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി, നിനക്ക് കഴിവുണ്ട്, പക്ഷെ നീ അത് യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞു. ഓക്കെ ശരി, ഭയങ്കര മോട്ടിവേഷനായി. ഇരുന്ന് പഠിച്ചു. 10ാം ക്ലാസ് തന്നെ സുഖസുന്ദരമായിട്ട് പാസ്സായി. +1 +2 കയറണം. അപ്പോഴും എനിക്ക് കൊമേഴ്സ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞങ്ങളൊരു 9 ആമക്കളാണ്, പപ്പേൻ്റെ ഫാമിലി മൊത്തം. അപ്പോൾ ഈ 9 ആമക്കളെല്ലാവരും, ഇപ്പോൾ എൻ്റെ ചേട്ടന്മാരെല്ലാവരും എടുത്തേക്കുന്നത് 6 പേരും എടുത്തേക്കുന്നത് സയൻസാണ്. സോ പപ്പ പറഞ്ഞു, നീ സയൻസ് എടുക്ക്, ചുമ്മാ പാസ്സായാൽ മതി, സയൻസ് എടുക്കുന്നത്. അങ്ങനെ സയൻസ് എടുത്തു. ഞാനൊരു പുതിയ സ്കൂളിലാണ് ചേർന്നത്. അന്ന് ആ സ്കൂൾ നടത്തുന്ന ഒരു വിപിൻ എന്ന് പറഞ്ഞൊരു സാറ്. ആ സാറിനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പോൾ സാറ് നല്ല രീതിയിൽ പഠിപ്പിക്കുമെന്നുള്ള മൈൻഡിൽ അവിടെ പോയി ചേർന്നു. പുതിയ സ്കൂളായതുകൊണ്ട് ഈ പുതിയ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ എല്ലാ സ്ട്രഗിളും പുള്ളി അവിടെ ഫേസ് ചെയ്തു. പൈസ ഇല്ലാണ്ടായി. ഞങ്ങളാകെ 10 പിള്ളേരേ ഉള്ളൂ. സോ ഈ പിള്ളേരെ ഫീസ് വെച്ചിട്ട് പുള്ളി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഭയങ്കര പ്രശ്നങ്ങൾ പുള്ളി ഫേസ് ചെയ്തു. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പുള്ളി യൂസ് ചെയ്യുന്ന ടാക്ടിക്സും. ബാങ്കുകാരൊക്കെ വരിക, പുള്ളി ലോൺ അടയ്ക്കാനിട്ട്, മനസ്സിലായി? അത്രയും അവസ്ഥ. പുള്ളി ഞങ്ങളെയും കൂട്ടി ട്രിപ്പ് പോവുക. പിള്ളേരോട് പറയാം, നമുക്ക് നാളെ കറങ്ങാൻ പോവാം. പക്ഷെ ബാക്കിൽ ഇവര് വരുമ്പോ ഇവിടെ ആരും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി അത്രയും എക്സ്ട്രീം ലെവലില്. അപ്പൊ ഞാൻ ഇതെല്ലാം കാണുക, ഇതെല്ലാം ഞാൻ കണ്ടുപിടിക്കുക. പുള്ളി ഉപയോഗിക്കുന്ന ടാക്ടിക്സും പുള്ളി എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ. ഇതിൽ നിന്ന് എനിക്ക് ഭയങ്കര ഒരു പവർ ഉണ്ടായി. എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇൻസൈറ്റ് പോലെ ഉണ്ടായി. എന്നിട്ടാണ് ഞാൻ ഈ വിന്റേജ് ഓൺലൈൻ സ്റ്റോർ തുടങ്ങി. അപ്പൊ പുള്ളിക്കാരന്റെ വൈഫും ഉണ്ട് ഈ പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ. പുള്ളിക്കാരൻ്റെ വിപിൻ സാറും ഷിൻഡ മാം എന്ന് പറയും. ഇവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എന്തൊക്കെയോ ഇവരെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെ ഇരിക്കുന്ന നമ്മൾ കുറേ പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരെ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല. ഇവരുടെ 2 പേരെ ഇടയ്ക്ക് ഇരുന്നാണ് ഞാൻ എൻ്റെ വിന്റേജ് ഓൺലൈൻ സ്റ്റോർ ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ തലേദിവസം വരെ എനിക്ക് ടെൻഷനാണ്, ഇതെന്താവും, ആപ്പ് വർക്കാവുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നോട് ആ മാം പറഞ്ഞത്, എടാ വർക്കാവുകയാണെങ്കിൽ വർക്കാവട്ടെ, വർക്കായില്ലെങ്കിൽ ആവണ്ട, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഈ മൈൻഡാണ് എന്നെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ട്രഗിൾ ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ കിട്ടിയ ഒരു എനർജിയും കൂടിയാണ്. അത് ഭയങ്കര എനർജി ആയിരുന്നു. ഓക്കെ, എന്തായാലും ലൈഫിൽ അത് നമുക്ക് നല്ല രീതിയിൽ നമുക്കത് ഗുണം ചെയ്യും. അതെ. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ ഫ്യൂച്ചർ പരിപാടികൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തപോലെ എന്താണ് പുതിയ ഐഡിയാസ്? കാരണം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ തുടങ്ങുന്നതല്ലോ. ഇനി അടുത്ത് എന്ത് പ്രോബ്ലം വരുന്നു അത് ഞാനൊരു ബിസിനസ് ഐഡിയയാക്കി മാറ്റും. ഓക്കെ, ഉടനെ തന്നെ ഒരു യൂട്യൂബ് ചാനലും ഒരു ആങ്കറിനെയും പുതിയതായിട്ട് സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടോ?
അങ്ങനെ ചെയ്യരുത്, ആവശ്യത്തെ കൂടുതലുണ്ട്. അല്ല, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? എനിക്കറിയാം, വരും മിറാക്കിൾ ടോക്സ് വരും, എനിക്കറിയാം. എന്റെ ബ്രാൻഡ് നെയിം മിറാക്കിൾ എന്നാണ്. സോ മിറാക്കിൾ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടാൻ എനിക്ക് നിങ്ങൾ മിറാക്കിളാണ് മൊത്തത്തില് നിങ്ങൾ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഇതിൽ കൊള്ളാട്ടോ. അത് ഒരു 24 വയസ്സുള്ള ഒരാൾക്ക് തലയിൽ കൂടി വരുന്ന കാര്യങ്ങൾ വളരെ റയറായിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടേക്കുന്നത്. എന്തായാലും കൊള്ളാം. ഒരുപാട് നല്ല നല്ല ഐഡിയാസും അതിൽ കൂടി ഒരുപാട് പേരെ നിങ്ങൾ ചേർത്തും കൂടി നിർത്തുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര തന്നെ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. എന്റെ നിയോ സ്നാക്സിലേക്ക് ഒരു 250 ഓപ്പണിങ്സ് വരുവാണ് ജോലിക്കാർക്ക് വേണ്ടി. 250 ഓപ്പണിങ്സ് ഓൾ കേരള വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും കൊള്ളാം ബ്രോ, അടിപൊളി. എന്തായാലും നിങ്ങൾ ആ ആപ്പിൽ കൂടി ഇപ്പം നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ വരെ നിങ്ങൾ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ ഈ UK പോയി തിരിച്ചു വന്നു, എല്ലാം നല്ലതിനാന്ന് നമുക്ക് വിചാരിക്കുക. നമ്മൾ തളരാതിരുന്നാൽ മതി. എല്ലാം പോസിറ്റീവായിട്ട് ഇതെല്ലാം പാഠമായിട്ട് എടുത്തേക്കുന്നത്. ഈ നിയോ സ്നാക്സ് ഞാൻ തുടങ്ങിയേക്കുന്ന ഈ കഴിഞ്ഞ ബിസിനസ്സുകളെല്ലാം, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളെല്ലാം ഞാൻ ലെസൺ പഠിച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ തന്നെ എന്റെ കമ്പനിയിൽ 4 സ്റ്റാഫുകൾ ഇപ്പോൾ കറന്റ് വർക്കിംഗ് ഉണ്ട്. ഇപ്പൊ ഇനി അടുത്ത 250 പേര് വേറെ നമുക്ക് ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലെല്ലാവരും ഉടനെ ബന്ധപ്പെടുക അല്ലേ? എങ്ങനെ കോൺടാക്ട് ചെയ്യേണ്ടത്? neosnacks.com എന്ന് പറഞ്ഞ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറുക. അതിൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. അതിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും, ഇപ്പൊ +2 കഴിഞ്ഞാണെങ്കിലും UG കഴിഞ്ഞാണെങ്കിലും PG കഴിഞ്ഞാണെങ്കിലും എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. മലയാളം സംസാരിക്കാൻ ഒരു മൊബൈൽ കയ്യിൽ വരും, ഒന്നും വേണ്ട. അവര് തൊട്ടടുത്ത് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് അവരിപ്പോ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ചേട്ടാ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, നിങ്ങൾ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് മതി. ആ ഹോട്ടലിൽ ഒന്ന് ഓൺബോർഡ് ചെയ്താൽ കഴിഞ്ഞു. വേറെ ഒന്നും വേണ്ട അവർക്ക്. അവർക്ക് വിത്ത് പേയ്മെന്റ് ഞാൻ കൊടുക്കും. അടിപൊളി. അപ്പൊ എത്രയും എല്ലാവർക്കും ഒരു പോക്കറ്റ് മണി പോലെ ഇരിക്കട്ടെ അല്ലെ? പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ചെയ്യാം. ഈ +2 ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ 2 മാസം വീട്ടിൽ ഇരിക്കുക, റിസൾട്ടിനെ കാത്തുകൊണ്ട് അവർക്ക് എല്ലാവരുടെ കയ്യിലും മൊബൈലും ഉണ്ട്. എല്ലാവരുടെ മൊബൈലുണ്ട്. മലയാളം സംസാരിക്കാനും അറിയാം. അടിപൊളി. ഇപ്പം എന്തായാലും പുതിയ ഐഡിയാസ് ഒക്കെ ആയിട്ട് ഇനിയും മുമ്പോട്ട് പോട്ടെ. നമ്മൾ എന്തായാലും അധികം വൈകാതെ നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. എനിക്ക് നല്ല ഉറപ്പായി. എന്തായാലും കൊള്ളാം ബ്രോ. ഇപ്പം എന്തായാലും എല്ലാവരും ചേർത്ത് പിടിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ വേണ്ടത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.